Hello all. So today's video is about biomechanics. So നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇസ് lever system. So I'll just give an outline what are the things that we are going to be discussing. 3 types of lever system അല്ലെങ്കിൽ 3 ഓർഡറിലുള്ള lever system ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതെങ്ങനെയാണ് നമ്മൾ ലിഫ്റ്റിങ്ങിൽ അല്ലെങ്കിൽ ജിം റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നതെന്നും മെക്കാനിക്കൽ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നും ഈ മെക്കാനിക്കൽ ഡിസഡ്വാൻറ്റേജ് എന്തെങ്കിലും ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇറ്റ്സ് എ ബാഡ് തിങ്. ആൻഡ് ഇപ്പോൾ കോമൺലി ചില ഇൻസ്റ്റഗ്രാം ബയോമെക്കാനിക്സ് ഗുരൂസ് ഈ ടേം യൂസ് ചെയ്തിട്ട് ചില എക്സസൈസ് സെലക്ഷൻ ക്രൈറ്റീരിയാസ് മിസ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ടോപ്പിക്സ് നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അനദർ തിങ് നമ്മൾ ലാസ്റ്റ് കവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മസിലിൻ്റെ സ്ട്രെങ്ത് പ്രൊഫൈൽ ആൻഡ് റെസിസ്റ്റൻസ് പ്രൊഫൈൽ കോമൺലി ഒരു ക്രൈറ്റീരിയ പോലെ യൂസ് ചെയ്തിട്ട് ഇത് മാച്ച് ആവണം, ഒരു എക്സസൈസ് ബെസ്റ്റ് എക്സസൈസ് ആവാൻ ഈ രണ്ട് സ്ട്രെങ്ത് പ്രൊഫൈൽ ആൻഡ് റെസിസ്റ്റൻസ് പ്രൊഫൈൽ മാച്ച് ആവണം എന്ന രീതിയിൽ ചില വീഡിയോസ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും. സോ ഇതിൻ്റെയൊക്കെയാണ് നമ്മൾ ഇന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് എ ലിവർ സിസ്റ്റം? LEVER. സോ കൺസിഡർ നമ്മൾ ബോൺ അല്ലെങ്കിൽ ഒരു റിജിഡ് ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റ്. ഓക്കെ, ഈ റിജിഡ് ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റ് നമ്മൾ കോമൺലി ഒരു ലെഗ് എക്സ്റ്റൻഷനോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ മൂവ്മെൻറ്റ് നടക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ നീ ജോയിൻ്റ് ഇരിക്കുക വിചാരിച്ചു. ഈ നീ ജോയിൻറ്റിൻ്റെ ചുറ്റും ഈ ബോണിൻ്റെ സെഗ്മെൻറ്റ് ഇങ്ങനെ മൂവ് ചെയ്യാണ്. സോ ദിസ് ഈസ് ബേസിക്കലി എ ലീവർ സിസ്റ്റം, എ റിജിഡ് സെഗ്മെൻറ്റ് മൂവിങ് അറൗണ്ട് ആൻ ആക്സിസ്. സോ ഈ ലീവർ സിസ്റ്റത്തിൽ ഈ റിജിഡ് സെഗ്മെൻറ്റിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ചില ഫോഴ്സസ് ഉണ്ട്. ഇത് കാരണമാണ്, ഈ ഫോഴ്സസ് കാരണമാണ് ഇത് മൂവ് ചെയ്യുന്നത്. സോ ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ യു ഹാവ് യുവർ മസിൽ ദാറ്റ് ഈസ് അറ്റാച്ച്ഡ്. മസിൽ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ലെഗ് എക്സ്റ്റൻഷൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കും. നീ ജോയിൻറ്റ് നമ്മളെ ക്വാഡ്സെപ്സിൻ്റെ ടെൻഡൻ ഒന്നും ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഈ ക്വാഡ്സെപ്സിൻ്റെ ഫോഴ്സ് കാരണമാണ്, പുള്ള് കാരണമാണ് ഈ ലീവർ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ബോൺ സെഗ്മെൻറ്റ്, അതായത് ടിബിയ എന്ന് പറയുന്ന ബോണാണ് ഇവിടെയുള്ള, ഇതിങ്ങനെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ലെഗ് എക്സ്റ്റൻഷൻ മെഷീൻ്റെ ഒരു ഫോഴ്സ് ഇവിടെ, റെസിസ്റ്റൻസ് ഫോഴ്സ് ഇവിടെ ഉണ്ടാവുമല്ലോ, ദാറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ് ബിക്കോസ് ഓഫ് ഗ്രാവിറ്റി. നോട്ട് എക്സാക്ട്ലി ഡൗൺവേർഡ്സ്, ആ മെഷീൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഒരു ഫോഴ്സ് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് റെസിസ്റ്റിംഗ് ദ മൂവ്മെൻറ്റ് ഓഫ് യുവർ ലെഗ് എക്സ്റ്റൻഷൻ. സോ ഈ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ഈ ഫോഴ്സസ് ആണ് ഈ റൊട്ടേഷന് കാരണം. സോ നമുക്ക് ഈ വിന്നിങ് ഫോഴ്സ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് നടക്കാൻ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് വേണമെങ്കിൽ എഫേർട്ട് ഫോഴ്സ് എന്ന് പറയാം. ആക്സിസ് ആണ് ഈ ജോയിൻറ്റ്, ആക്സിസിന് ചുറ്റുമാണ് റൊട്ടേഷൻ നടക്കുന്നത്. അതുപോലെ ഈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്, അതിനെ നമുക്ക് റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയാം. സോ ഇതിൻ്റെ പൊസിഷൻസും അതുപോലെ ഈ എഫേർട്ട് ഫോഴ്സിൻ്റെയും റെസിസ്റ്റൻസ് ഫോഴ്സിൻ്റെയും ആക്സിസിൻ്റെയും പൊസിഷൻ അനുസരിച്ചാണ് 3 ഓർഡർ ലീവർ സിസ്റ്റമായിട്ട് ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പൊസിഷൻ അനുസരിച്ച് മെക്കാനിക്കൽ ഡിസഡ്വാൻറ്റേജ് അതും അതിൻ്റെ ഡിഫറൻസസും വരും. സോ ദിസ് ഈസ് ബേസിക്കലി എ ലീവർ. ഇനി നമ്മൾ 3 ഡിഫറെൻറ്റ് ഓർഡേഴ്സ് ഓഫ് ലീവേഴ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 3 ടൈപ്സ് ഓഫ് ലീവർ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഓർഡേഴ്സ് ഓഫ് ലീവർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ 3 ടൈപ്പ് വരുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എഫേർട്ട് ഫോഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് ഉണ്ടാവും, പിന്നെ ഒരു ആക്സിസ്, ഇതിന് ചുറ്റും ഒരു ആക്സിസ് ഉണ്ടാവും. ആക്സിസ് അഥവാ ഈ ബോൺ സെഗ്മെൻറ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, അല്ലെങ്കിൽ ജോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ ബോഡി സെഗ്മെൻറ്റിൻ്റെ ജോയിൻറ്റ്, അല്ലെങ്കിൽ ഇതിന് വേറെ ഒരു പേരാണ് ഫൽക്രം. സോ ഈ ഫൽക്രം, എഫേർട്ട് ഫോഴ്സ് ആൻഡ് റെസിസ്റ്റൻസ് ഫോഴ്സ്, ഇതിൻ്റെ റിലേറ്റീവ് പൊസിഷൻസ് ബേസ് ചെയ്തിട്ടാണ് ഈ 3 ഓർഡർ ലീവർ സിസ്റ്റം വരുന്നത്. അപ്പോൾ ഈ 3 ഓർഡർ ലീവർ സിസ്റ്റത്തിൻ്റെയും മെക്കാനിക്കൽ അഡ്വാൻറ്റേജും ഡിഫറെൻറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതെങ്ങനെയാണെന്നാണ് ഇത് പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ക്ലാസ് 1 ലീവർ സിസ്റ്റം. സോ ഇൻ ദി ഫസ്റ്റ് ക്ലാസ് ലീവർ അല്ലെങ്കിൽ ക്ലാസ് 1 വരുന്ന ലീവർ സിസ്റ്റത്തിൽ നമ്മളുടെ ഫൽക്രം ആയിരിക്കും ഈ എഫേർട്ട് ഫോഴ്സിൻ്റെയും റെസിസ്റ്റൻസ് ഫോഴ്സിൻ്റെയും മിഡിലായിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ നെക്ക് ഒരു എക്സാമ്പിളാക്കി എടുക്കാം. സോ നെക്കിൽ വെൻ യു ആർ ട്രൈങ് ടു ഡു എ നെക്ക് എക്സ്റ്റൻഷൻ എന്ന് വിചാരിക്കാം. സോ ദ ജോയിൻറ്റ് ഈസ് ഇൻ ദ മിഡിൽ, അല്ലെങ്കിൽ ഫൽക്രം അല്ലെങ്കിൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് ഇൻ ദ മിഡിൽ.
ആൻഡ് ദ ലോഡ് വിച്ച് ഇസ് ദ ഹെഡ് നൗ, ഹെഡാണല്ലോ നമ്മൾ മൂവ് ചെയ്യുന്നത്. ഈ ഹെഡിൻ്റെ എക്സ്റ്റൻഷൻ നടക്കാനുള്ള മസിൽസ് ഇവിടെ ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് ദ എഫേർട്ട് ഫോഴ്സ്. സോ എഫേർട്ട് ഫോഴ്സ്, ഫൽക്രം ആൻഡ് ദ ലോഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സീസോ പോലെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. നെക്സ്റ്റ് ഇസ് എ സെക്കൻഡ് ക്ലാസ് ലീവർ അല്ലെങ്കിൽ ക്ലാസ് 2 ലീവർ. സോ ഇതിലെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഫോഴ്സ് ആയിരിക്കും മിഡിൽ വരുന്നത്. ക്ലാസ് 1 ഇറ്റ് വാസ് ഫൽക്രം, ഇൻ ക്ലാസ് 2 ഇറ്റ് ഈസ് ദ ലോഡ്. ആൻഡ് എഫേർട്ട് ആം ആയിരിക്കും അപ്പുറത്തും, പിന്നെ നമ്മളുടെ ഫൽക്രം ആയിരിക്കും ഓപ്പോസിറ്റ്. അപ്പോൾ ഇതിൻ്റെ മിഡിലായിരിക്കും ഈ റെസിസ്റ്റൻസ് ഫോഴ്സ് വരുന്നത്. ഇതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വെൻ ഇമാജിൻ യു ഡൂയിങ് എ കാഫ് റൈസ്. സോ കാഫ് റൈസ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കോണ്ടാക്റ്റ് വരുന്ന ജോയിൻറ്റ് കാണാൻ പറ്റും. ഈ ടോസ് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് ജോയിൻറ്റില്ലേ, ആ ജോയിൻറ്റിന് ചുറ്റുമാണ് ഈ റിജിഡ് സെഗ്മെൻ്റായ നമ്മുടെ ഫൂട്ട് മൂവ് ചെയ്യുന്നത് ആണല്ലോ. ഈ ടോസിൻ്റെ ഇവിടെയാണല്ലോ ഈ ബ്രേക്ക് വരുന്നത്, മെറ്റാടാർസൽ ബ്രേക്ക് എന്ന് പറയും ഇവിടെ. സോ ഇതാണ് യുവർ ഫൽക്രം നൗ. ഇത് ഞാൻ കാലായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഷോയിങ് ആൻ എക്സാമ്പിൾ. ഇവിടെ ആയിരിക്കും ഫൽക്രം ഉണ്ടാവുക, ആൻഡ് നമ്മളെ ബോഡി വെയ്റ്റ് ഇങ്ങനെ ഡയറക്റ്റ്ലി താഴത്തോട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഇവിടെ നമ്മളെ ഹീൽ, ഇവിടെ ആയിരിക്കും നമ്മളെ ക്വാഡ്സെപ്സിൻ്റെ ടെൻഡൻ ഇങ്ങനെയുള്ളത്. സോ ക്വാഡ്സെപ്സിൻ്റെ ടെൻഡൻ ഇസ് ദ എഫേർട്ട് ഫോഴ്സ്, ദിസ് ഇസ് ദ റെസിസ്റ്റൻസ് ഫോഴ്സ്. സോ ദിസ് ഇസ് ദ ക്ലാസ് 2 ലീവർ. സോ ഈ ക്ലാസ് 2 ലീവർ ഒരു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഉള്ള ലീവർ സിസ്റ്റമാണ്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നെക്സ്റ്റ് ഇസ് തേർഡ് ഓർഡർ ലീവർ സിസ്റ്റം. ഈ തേർഡ് ഓർഡർ ലീവർ സിസ്റ്റത്തിൽ നമ്മളെ എഫേർട്ട് ഫോഴ്സ് ആയിരിക്കും ഈ ഫൽക്രത്തിൻ്റെയും ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഫോഴ്സിൻ്റെയും മിഡിലായിട്ട് വരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബൈസെപ്സ് കേൾ മൂവ്മെൻറ്റ് എടുക്കുക. സോ വെൻ യു ആർ ഫ്ലെക്സിങ് യുവർ ബൈസെപ്സ് ലൈക്ക് ദിസ് വിത്ത് എ ഡംബിൾ ഇൻ യുവർ ഹാൻഡ്, നമ്മളുടെ എൽബോ ജോയിൻറ്റ് ഇസ് ദ ഫൽക്രം. എൽബോ ജോയിൻറ്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ബൈസെപ്സിൻ്റെ ടെൻഡൻ അറ്റാച്ച് ചെയ്യുന്നത്. സോ ആ ടെൻഡൻ ഇസ് ഇൻ ബിറ്റ്വീൻ യുവർ ഫൽക്രം, ദാറ്റ് ഈസ് ദ എൽബോ ജോയിൻറ്റ്, ആൻഡ് ദ ലോഡ്, ദാറ്റ് ഈസ് ദ ഡംബിൾ. സോ ഇതിൽ ഒരു പ്രശ്നം ഇസ് ദാറ്റ് ദിസ് ഇസ് എ ജോയിൻറ്റ് വിത്ത് മെക്കാനിക്കൽ ഡിസഡ്വാൻറ്റേജ്. സോ നമ്മളെ ബോഡിയിൽ മിക്കതും ക്ലാസ് 3 ലീവേഴ്സ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുക, ബിക്കോസ് വി ആർ ബിൽഡ് ഫോർ മൂവ്മെൻറ്റ്. സോ ക്ലാസ് 3 ലീവർ ഒരു മെക്കാനിക്കൽ ഡിസഡ്വാൻറ്റേജ് ലീവർ സിസ്റ്റമാണ്. That is, it will have very high range of motion, and but the force production that is required by the muscle is a lot high. ഇതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ നെക്സ്റ്റ് പാർട്ടിലാണ് പറയുന്നത്. സോ ഇതൊരു മിസ്യൂസ് ചെയ്യപ്പെടുന്ന ടേമുമാണ്, ബിക്കോസ് സം കോച്ചസ് യൂസ് ദിസ് ആസ് എൻ എക്സസൈസ് സെലക്ഷൻ ക്രൈറ്റീരിയ ആൻഡ് ടോക്ക് ഷിറ്റ് അബൌട്ട് ഇറ്റ്. സോ അതൊരു റൈറ്റ് അപ്രോച്ച് അല്ല. സോ ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ദാറ്റ് പാർട്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞു വാട്ട് എ ലീവർ ഇസ്. ദാറ്റ് ഇസ് എ റിജിഡ് സെഗ്മെൻറ്റ് റൊട്ടേറ്റിംഗ് അറൗണ്ട് എ ഫൽക്രം. സോ ഇവിടെ നടക്കുന്ന ഒരു റൊട്ടേഷണൽ ആക്ടിവിറ്റിയാണ് അറൗണ്ട് ആൻ ആക്സിസ്. ഒരു ആക്സിസിന് ചുറ്റും ഒരു റിജിഡ് സെഗ്മെൻറ്റ് ഇങ്ങനെ മൂവ് ചെയ്യാണ്. സോ റൊട്ടേഷണൽ അനലോഗ് ഓഫ് എ ഫോഴ്സ് ഈസ് കോൾഡ് ടോർക്ക്. ടോർക്ക് എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ആണ്. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു മൊമെൻറ്റം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഫിഗർ ഇറ്റ് ഔട്ട്. സോ ഇത് അറിഞ്ഞിരുന്നാലാണ് മെക്കാനിക്കൽ ഡിസഡ്വാൻറ്റേജ് എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഈ മൊമെൻറ്റം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ എഫേർട്ട് ഫോഴ്സ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടാവില്ലേ, ആ പോയിൻറ്റിലോട്ട് നിങ്ങളുടെ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഈ പറയുന്ന മൊമെൻറ്റം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ഈ ടൈപ്പ് 1 ലീവർ എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ടൈപ്പ് 1 ഞാൻ ആദ്യം പറഞ്ഞു ദർ വിൽ ബി ഫൽക്രം ഇൻ ദ മിഡിൽ, എഫേർട്ട് ഫോഴ്സ്, റെസിസ്റ്റൻസ് ഫോഴ്സ്. സോ ഈ ഫൽക്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നുള്ള എഫേർട്ട് ഫോഴ്സിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസ് കോൾഡ് എഫേർട്ട് ആം. ഈ ഫൽക്രത്തിൽ നിന്ന് ഈ റെസിസ്റ്റൻസ് ഫോഴ്സിലോട്ടുള്ള ഡിസ്റ്റൻസിന് പറയുന്നതാണ് റെസിസ്റ്റൻസ് ആം. റെസിസ്റ്റൻസ് ആം ഇത് രണ്ട് മൊമെൻറ്റാംസ് ആണ്. Torque is equal to F into momentum. F is force. സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ എഫേർട്ട് ആമിൻ്റെയും റെസിസ്റ്റൻസ് ആമിൻ്റെയും റേഷ്യോ നോക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ബേസ്ഡ് ആയിട്ടാണ് ഈ മെക്കാനിക്കൽ ഡിസഡ്വാൻറ്റേജ് ആണോ ഒരു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണോ ഒരു ലീവർ സിസ്റ്റം എന്ന് നമ്മൾ പറയാം.
സോ ഈ ക്ലാസ് 1 ലീവർ എടുക്കാമെന്ന് വിചാരിക്കും. സോ ഇൻ ക്ലാസ് 1 we have, again we are taking it as an example, fulcrum, effort force, resistance force. So if your effort arm is smaller than the resistance arm, so moment arm is less than 1. So this is a mechanical disadvantage. If your effort arm is bigger and the resistance arm is shorter, it is greater than 1. So that is a joint in mechanical advantage. So ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിലുള്ള അല്ലെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദെൻ 1 ആണെങ്കിൽ a joint requires relatively lesser muscle force to move through that range of motion. പക്ഷേ ഇതിൽ range of motion is much shorter compared to a class 3 lever system in which a joint might be in mechanical disadvantage, MA less than 1. സോ അതാണ് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. പക്ഷേ മെക്കാനിക്കൽ ഡിസഡ്വാൻറ്റേജിലുള്ള ഒരു ജോയിൻറ്റിന് ഗ്രേറ്റർ റേഞ്ച് ഓഫ് മോഷൻ ആൻഡ് സ്പീഡ് ഉണ്ടാവും. പക്ഷേ it might require a great amount of muscle force. ഇത്രയാണ് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത് വെച്ചാൽ. സോ ഇറ്റ് ഈസ് നോട്ട് നെസസറിലി എ ബാഡ് തിങ് ടു ബി ഇൻ മെക്കാനിക്കൽ ഡിസഡ്വാൻറ്റേജ് ബിക്കോസ് വി ആർ required to go through these range of motion to create a lot of activities that we do in day-to-day life and for athletic performance as well. So we are designed for movement, not every time it's about efficiency. ഇനി എങ്ങനെയാണ് ബയോമെക്കാനിക്സ് ഗുരു ഈ മെക്കാനിക്കൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ടേം മിസ്യൂസ് ചെയ്യുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ യു ക്യാൻ സീ എ കോമൺ വീഡിയോ ഇൻ ഇൻസ്റ്റഗ്രാം, എ കമ്പാരിസൺ ബിറ്റ്വീൻ എ ചെസ്റ്റ് ഫ്ലൈ ആൻഡ് എ ചെസ്റ്റ് പ്രസ്. സോ യു നോ ദാറ്റ് നമ്മളൊരു ചെസ്റ്റ് ഫ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ലോഡ് ക്യാരി ചെയ്യുന്നത് ഇറ്റ്സ് മച്ച് അവേ ഫ്രം ദ ജോയിൻ്റ് അല്ലെങ്കിൽ ഫൽക്രം. സോ ഫൽക്രത്തിൽ നിന്ന് ദൂരെ പോകുമ്പോൾ റെസിസ്റ്റൻസ് ആം ഇസ് വെരി ബിഗ് നൗ. എഫേർട്ട് ആം രണ്ടിലും, ചെസ്റ്റിൻ്റെ എഫേർട്ട് ആം രണ്ടിലും കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ ചെസ്റ്റ് പ്രസ്സിൽ ഇറ്റ്സ് മച്ച് ഷോർട്ടർ, ഡംബിൾ ഇസ് വെരി ക്ലോസർ ടു ദ ജോയിൻറ്റ്, റെസിസ്റ്റൻസ് ആം ഇസ് സ്മോളർ. സോ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻ ടു മൊമെൻറ്റാം ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ജോയിൻറ്റിൽ ഫീൽ ചെയ്യുന്ന ടോർക്ക് നമ്മളുടെ ഈ സാധനം ഡംബൽ ദൂരെ പോകും തോറും മൊമെൻറ്റാം കൂടിയാലും വി നോ ദാറ്റ് പ്രാക്ടിക്കലി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോമൺ സെൻസുള്ള ഒരാൾ തിങ്ക് ചെയ്യുമ്പോൾ ഡംബൽസ് നമ്മൾ ചെസ്റ്റ് ഫ്ലൈയിൽ വളരെ സ്മോളർ വെയിറ്റ് ആണ് ലോഡ് ചെയ്യുന്നത്. ചെസ്റ്റ് പ്രസ് വി ഗോ ഹെവിയർ. സോ ദ ടോർക്ക് ദാറ്റ് ഈസ് ഗോയിങ് ത്രൂ ദ ജോയിൻറ്റ് മൈറ്റ് ബി ദ സെയിം ബിക്കോസ് ഹയർ ഫോഴ്സ് ഇവിടെ നമ്മൾ പ്രസ്സസിൽ ഓൾറെഡി ഉണ്ട്. സോ ജോയിൻറ്റ് റിയാക്റ്റീവ് ഫോഴ്സസ് മൈറ്റ് ബി സിമിലർ. ഇതൊരു മിസ്യൂസ് ചെയ്യപ്പെടുന്ന ടേമാണ് ആൻഡ് ദിസ് ഇസ് ഹൗ യു ഫൂൾ പീപ്പിൾ ടു സെൽ യുവർ ബയോമെക്കാനിക്സ് കോഴ്സ്. അനദർ തിങ് ഇസ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ക്ലാസ് 3 ലീവർ ഉണ്ട് ഓൾറെഡി. സോ ക്ലാസ് 3 ലീവർ ആർ എ മെക്കാനിക്കൽ ഡിസഡ്വാൻറ്റേജ്. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, the effort force is smaller than the resistance, the effort arm is smaller than the resistance arm, not force. Okay, so we can't necessarily say that we get injured during an exercise because it's in a mechanical disadvantage. So ഇതൊരു കോമൺ എക്സസൈസ് ക്രൈറ്റീരിയ ആയിട്ട് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം there's a fake, ഞാൻ നേരത്തെ പറഞ്ഞ ആളുടെ ഒരു ഫേക്ക് മലയാളി വേർഷൻ ഉണ്ട്. he is also trying to create such a video for his content. ഞാൻ അതിന് മുമ്പ് ബ്രേക്ക് ഡൗൺ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എൻ്റെ പേജിൽ കാണാൻ പറ്റും ഇൻ ഇൻസ്റ്റാഗ്രാം. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് ഐ എം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഇസ് ദാറ്റ് whether we need a matching resistance profile and strength profile to consider an exercise as an effective. That will be in the next video.